ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രോഗ്രാം നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ശൂന്യതയിൽ നിന്നും എല്ലാറ്റിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ മഹാശക്തിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാനിടയായി. ആ ശക്തിയിൽ വിശ്വസിച്ച ദൈവമക്കൾക്കൊക്കെയും അതിൻ്റെ ആയിട്ടുള്ള വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് ഞാൻ ആത്മാവിൽ അറിയുകയാണ്. പ്രൈസ് ഗോഡ്. വളരെയധികം ഞെരുങ്ങി കടത്തിലും ഭാരത്തിലും അതുപോലെ തന്നെ പ്രൈസ് ലോർഡ് രോഗങ്ങളാൽ കഴിഞ്ഞ അനേക വ്യക്തി ജീവിതങ്ങൾ ആ പ്രോഗ്രാം ദർശിക്കുവാനിടയായി. എന്നാൽ ആ ദർശിച്ച എല്ലാ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ ഒരു വലിയ സമാധാനം നിങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ സെല്ലിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വളരെ വ്യക്തമായി അത് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ദൈവിക ശബ്ദമെന്ന് പറഞ്ഞാൽ വളരെയധികം വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുൻപാകെ പോയി നിൻ്റെ ദുർഘടങ്ങളെ ഇരുമ്പോടാമ്പലുകളെ സ്തോത്രം തകർത്ത് ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ഒന്ന് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയൊരു മഹാശക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ശൂന്യതയിൽ നിന്നും ഉളവാക്കുവാൻ കഴിവുള്ള ശക്തനായ ദൈവം. എന്നാൽ ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ, അതായത് ദൈവത്തിൻ്റെ ദൂതനെ നിനക്ക് മുൻപായി, നിങ്ങൾക്ക് മുൻപായി നയിച്ച് മുൻപിലെ സകല ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതിലുകളെയും തകർത്ത് കളയുവാൻ ശക്തനായൊരു ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ദൈവമക്കളെ. എന്നാൽ സ്തോത്രം വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു വന്നാൽ സ്തോത്രം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് സ്തോത്ര ഹല്ലേലൂയ അവൻ യാക്കോബിനെ വാള് കൊണ്ട് യാക്കോബിൻ്റെ കഴുത്തറത്തു കൊന്നു. എന്നാൽ സ്തോത്രം നിങ്ങൾ ചിന്തിക്കണം, സ്തോത്രം ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയച്ച് ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതിലുകളെയും തകർത്ത് കളയുന്നൊരു വലിയ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് ഇപ്പോൾ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നത്. നമ്മൾ വ്യക്തമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പത്രോസിനെയും കൊല്ലുവാൻ ഹെരോദ രാജാവ് ഓർഡർ ഇട്ടു. എന്നാൽ സ്തോത്രം സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് സ്തോത്രം വളരെ ശക്തമായി ഹെരോദാവ് രാജകൽപ്പന പുറപ്പെടുവിച്ചുവെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ തകർക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമക്കളെയും ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയാത്ത ഒരു വലിയ ദൂത സംഘത്തിൻ്റെ നടുവിൽ നിർത്തി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ശക്തി എന്ന പകൽക്കാലം ഈ ദർശനത്തിൽ കൂടി വെളിപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സ്തോത്രം നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് ലോർഡ്, സഭ ശ്രദ്ധയോടുകൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ പത്രോസ് തടവിലായിരുന്നു. തടവെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്തോത്രം വെളിയിൽ വരുവാൻ കഴിയാതെ. നിങ്ങൾ വായിച്ചാൽ മതി, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു, പത്രോസിനെ 1, 2, 3 വാതിലിൽ അവൻ അടയ്ക്കപ്പെട്ടു. എന്നാൽ കാരാഗൃഹത്തിൽ അവൻ്റെ കൈയും കാലും എല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അവിടെ ബന്ധിക്കപ്പെട്ട ഇരുമ്പ് ചങ്ങലയാൽ. ഞാൻ എടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയച്ച് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയുന്നൊരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇരുമ്പോടാമ്പലുകൾ ഇരുമ്പിൻ്റെ ശക്തിയല്ല, ഏത് താമ്രവാതിലിൻ്റെ ശക്തിയല്ല, ഏത് ശക്തികൾ നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ഏത് ശക്തികൾ ഇല്ലാതാക്കി തീർക്കുവാൻ നോക്കിയാലും ഒരു ദൈവത്തിൻ്റെ മഹാശക്തിയിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയെയും വിടുവിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് ഈ പ്രോഗ്രാമിൽ കൂടെ ശക്തിയായി വ്യാപരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ നിൽക്കുന്ന ഏത് പ്രതികൂലങ്ങളെയും അനുകൂലമാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യം നമ്മൾ വ്യക്തമായി അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതിനകത്ത് കാണുന്നു, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോവുക. നിങ്ങൾ ചിന്തിക്കണം, വിളിച്ചുകൊണ്ട്
പോകുന്നവൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ വന്ന് ഒരു വ്യക്തി വിളിച്ചുകൊണ്ട് വാച്ചാൽ നമുക്കിപ്പോൾ പോകാം, വെളിയിലോട്ടൊന്നും അല്ലേ? സഹോദര, നമുക്ക് വെളിയിലോട്ട് പോകാം. നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വിളി കേട്ട് പോകണമെങ്കിൽ ആ വ്യക്തി പൂർണ്ണ ഉത്തരവാദിത്വം, ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളുടെ കാര്യങ്ങളെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷയുള്ളത് കൊണ്ട് ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ പോകുന്നത്. എന്നതുപോലെ യേശു പറയുന്നു, ശിഷ്യന്മാരോട് പറയും, നമുക്കിന്ന് അക്കരയ്ക്ക് പോകാം. അപ്പോൾ സകല പ്രതീക്ഷയും, ശിഷ്യന്മാരുടെ സകല പ്രതീക്ഷയും ക്രിസ്തുവിലാണ്. ആമേൻ. അങ്ങനെ ക്രിസ്തുവുമായി അവരെ അക്കരയ്ക്ക് പോകുമ്പോൾ അവരിലുണ്ടായ പ്രതികൂല സാഹചര്യങ്ങൾ ഏത് ശക്തിയാണ്? കാറ്റും കടലും അവരുടെ പടകിനെ മുക്കിക്കളയുവാൻ. കാറ്റും കടലും അവരെ പടകിനെ ഇല്ലാതാക്കി, അവരെ കടലിനകത്ത് നഷ്ടപ്പെടുത്തി, അവരുടെ ജീവനെ പെടുത്തിക്കളയുവാൻ കാറ്റും കടലും ശക്തമായി ശ്രമിക്കുന്ന വേളയിൽ ശിഷ്യന്മാർ നിലവിളിക്കുക, ഗുരു, ഞങ്ങൾ നശിച്ചു പോന്നു, നീ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കത്തതെന്തെന്ന്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. പത്രോസ് ഇവിടെ കിടന്നുറങ്ങിയ സ്വത്രം ചങ്ങല കൊണ്ട്, ഇരുമ്പ് ചങ്ങല കൊണ്ട് കയ്യും കാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിൻ്റെ സ്വത്രം ഹല്ലേലൂയ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ല. എന്നാൽ ബന്ധിക്കപ്പെട്ടവൻ ഉറങ്ങുന്നതിൻ്റെ ഒരാധികാരതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. കാര്യം വേറെയല്ല, യാക്കോബിൻ്റെ കഴുത്തറത്ത് കൊന്നു. ഇനി ഞങ്ങളുടെ പത്രോസിൻ്റെ കഴുത്തറത്താൽ ഇനി ഞങ്ങൾ ലീഡർഷിപ്പ് ചെയ്യുവാൻ ഒരു ലീഡർ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ സ്വത്രം പത്രോസിൻ്റെ കഴുത്ത് ഹെരോദാവ് മുറിപ്പിച്ച് കളയുമെന്ന് ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു വലിയ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വത്രം ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് അതിനകത്ത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഗുരുവിനെ വിളിക്കുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചേ. പ്രവാചകൻ യെശയ്യാ വിളിച്ചു പറയുന്നു, നിന്റെ വിചാരമല്ല യഹോവയുടെ വിചാരം, നിന്റെ നിരൂപണമല്ല ദൈവത്തിൻ്റെ നിരൂപണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ നശിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നു ഞങ്ങൾ തകർന്നു പോകുമെന്ന്. നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു ഇനിയും എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന്. സ്വത്രം നമ്മൾ വിചാരിക്കുന്നു ഇനിയും നമുക്ക് സ്വത്രം മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. നിങ്ങൾ നോക്കിയേ, ബെഥാനിയ ലാസറിൻ്റെ ഭവനം. പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചു. ഇനിയും അവൻ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല, ഇവൻ മരണപ്പെട്ടു പോയെന്ന് ലോകം വിധിയെഴുതി. ഇനിയും നാറ്റം വെച്ചു എന്ന് സ്വത്രം ലോകം വിധിയെഴുതിയ നടുവിൽ വിധികളെ മാറ്റിമറിക്കുന്ന സർവശക്തനായ ദൈവം സ്വത്രം ലാസറിൻ്റെ കല്ലറയ്ക്കൽ വാതിൽക്കൽ വന്നിട്ട് ഒരു വാക്ക് വിളിച്ചു പറയുന്നുണ്ട്, മരിച്ചു നാറ്റം വെച്ച ലാസറെ, നീ വെളിയിൽ വാ. പ്രൈസ് ദി ലോർഡ്. ഏത് വെച്ച കേസിനെയും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഏത് സമയത്തും 24 മണിക്കൂറും ഹെൽപ്പ് ലൈനായി പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്വർഗാദി സ്വർഗമുണ്ട്. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നുവെങ്കിൽ, നിന്റെ യാചന സ്വർഗത്തിലേക്ക് ഉയരുന്നുവെങ്കിൽ, നിന്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരുന്നുവെങ്കിൽ, ബർഥ്യമായ കുരുടന്റെ നിലവിളിയുടെ മുൻപിൽ യേശു നിന്ന അവൻ്റെ വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തതുപോലെ സ്വത്രം ഞാനും നിങ്ങളും ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പറയുന്നു, ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനയച്ച് നിന്റെ ഇരുമ്പോടാമ്പലുകളെ, താമരവാതുകളെ ഉടയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സ്വന്തം ദൈവമക്കളെ നോക്കൂ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ രഥങ്ങളെ ഓടിച്ച് കുന്തങ്ങളെ മുറിച്ച് തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രഥങ്ങളല്ല, കുതിരകളല്ല, ഏത് ശക്തിയും തകർക്കുവാൻ വന്നോട്ടെ. എന്നാൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതിനെക്കാട്ടി വലിയവനായൊരു ദൈവത്തിൻ്റെ ശക്തിയുടെ മറവിലാണ് നമ്മൾ മറയുന്നത്. അതുകൊണ്ട് ആ സംഘത്തക്കാരൻ 91 വിളിച്ചു പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഘവും കോട്ടയുമാണ്. ദൈവം നിൻ്റെ സംഘവും ദൈവം എൻ്റെ കോട്ടയാണെങ്കിൽ നിൻ്റെ സംഘത്തെ പൊളിക്കുവാൻ, നിൻ്റെ കോട്ടകളെ തകർക്കുവാൻ ഈ ലോകത്തിൻ്റെ ശക്തികൾ, ഏത് ദുർശക്തികൾ, ഏത് വ്യാപാരത്തിൻ്റെ
ലോകത്തിൻ്റെ മണ്ഡലങ്ങൾ എന്ത് ചെയ്താലും പൊളിക്കുവാൻ കഴിയാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലാണ് നീ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ എന്നോട് പറ്റി ഇരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവമക്കളെ, ഇന്ന് സ്വോത്ര ഹല്ലേലൂയ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ദർശിക്കുമ്പോൾ കേവലം നിങ്ങൾ നിസ്സാരം ഒരു സമയം ബുക്കിനായി ദർശിക്കരുത്. എൻ്റെ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയും. എൻ്റെ മുൻപിലെ താമരവാതിൽ ഉടയ്ക്കുവാൻ കഴിയും. എൻ്റെ മുൻപിലെ ഇരുമ്പോടാമ്പലുകളെ ഉടച്ചു കളയുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അളവറ്റ വലിപ്പത്തിലാണ് ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ദാനിയേലിനെ തീച്ചോളിൽ നിന്നും വിടുവിച്ച ദൈവം നിൻ്റെ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് സ്വോത്ര ഹല്ലേലൂയ, ഏത് ക്യാൻസറിൻ്റെ രോഗമാണെങ്കിലും സ്വോത്ര ഹല്ലേലൂയ, ഏത് ട്യൂമറിൻ്റെ പ്രശ്നമാണെങ്കിലും അതോർത്ത് ഭാരപ്പെട്ട് അതോർത്ത് സ്വോത്ര ഹല്ലേലൂയ നിൻ്റെ ആയുസ് മുഴുവനും നിരാശപ്പെടുത്തി നിൻ്റെ ആയുസ്സിൻ്റെ മുഴുവനും നീ നന്മ പ്രാപിക്കത്തില്ല. സ്വോത്ര സന്തോഷം കാണത്തില്ല. ഇനി നിങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാച് വാതി കിട്ടുമ്പോൾ അതിന് നടുവിൽ ഒന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കും. എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ദൈവമക്കളെ നിങ്ങൾ നോക്കൂ, അശൂർ പാളയത്തിൽ ഒരു ദൂതൻ 1,85,000 പേരെ നശിപ്പിച്ച് കളയാമെങ്കിൽ എന്ന് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്നും ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ഒരൊറ്റ ദൂതൻ മതി നമുക്കെതിരെ നിൽക്കുന്ന ഏത് ശത്രു സന്നാഹത്തെയും തകർത്ത് കളയാൻ. വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ യേശുക്രിസ്തു ഇന്നിങ്ങനെ പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല എന്ന് പറഞ്ഞാൽ നീ പേടിക്കേണ്ട. കാര്യം അവൻ്റെ ബലമുള്ള കരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ എടുക്കുകയും ഒരു ചാണ് കൊണ്ട് സ്വോത്രം അവൻ ഭൂമിയെ അളക്കുകയും വെള്ളിക്കോല് കൊണ്ട് അവൻ പർവ്വതങ്ങളെ തൂക്കി നോക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ ഭൂമിയിലെ സകല വെള്ളങ്ങളെയും ഈ ഭൂമിയിലെ കടലുണ്ട്, സമുദ്രമുണ്ട്, ആറുണ്ട്, തോടുണ്ട്, പുഴയുണ്ട്, സകല വെള്ളങ്ങളെയും അവൻ്റെ ഉള്ളം കയ്യിൽ എടുക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ കൈയുടെ വിസ്താരം എത്രമാത്രം വലിയതാണെന്ന് ചിന്തിക്കൂ. സ്വോത്രം അവൻ പറയുന്നു, ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കും. ഇന്ന് സ്വോത്രം നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് സ്വോത്ര ഹല്ലേലൂയ പ്രയാസത്തോടെ നെടുവീർപ്പോടെ സ്വോത്ര ഹല്ലേലൂയ എൻട്രൻസിലേക്ക് ലഭിക്കുമോ എന്ന് ഭാരപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ദൂതൻ നിനക്ക് മുൻപാകെ പോയി നിന്നെ പരീക്ഷയിൽ പാസ്സാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നാൽ സ്വോത്രം ദൈവം പറയുന്നു, സ്വോത്ര ഹല്ലേലൂയ, നീ അവനോടുകൂടെ ചേർന്ന് നടക്കേ, നീ അവനോട് കൂടെ അടുത്തു വാ, എന്നാൽ നിന്നോട് അവൻ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. എത്രയോ യൗവനക്കാർ, എത്രയോ തലമുറകൾ, എത്രയോ യൗവനക്കാർ അപകടത്തിൽപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഞാൻ ആത്മാവിലൊരു കാര്യം വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിലാണോ നിൻ്റെ പ്രത്യാശയെങ്കിൽ നിൻ്റെ ദുർഘടങ്ങളെ മാറ്റുവാൻ, താമരവാതിൽ ഉടയ്ക്കുവാൻ കഴിവുള്ളവനായൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്വോത്രം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കൂ, പത്രോസിൻ്റെ തടവ് എങ്ങനെയാണ് മാറിയത്? ബന്ധിക്കപ്പെട്ട പത്രോസ് എങ്ങനെ ബന്ധനം മാറി? സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ബന്ധിക്കപ്പെട്ട വിഷയമുണ്ട്, എത്രയെത്ര വിഷയങ്ങൾ. ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ബന്ധനത്തെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു ദൈവം വിടുവിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വളരെ വ്യക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അടൂർ പാലക്കോടിൻ്റെ പ്രദേശത്തെ സ്വോത്രം പ്രിയ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ സെൽ വ്യാഴാഴ്ച കൊണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്വോത്രം കായംകുളം വള്ളികുന്നത്ത് സ്വോത്രം ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ സെല്ലുണ്ട്. ഞങ്ങൾക്ക് സ്വോത്രം ചങ്ങനാശ്ശേരി സ്വോത്ര ഹല്ലേലൂയ കിടങ്ങറ സ്വോത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ സെല്ലുണ്ട്. സ്വോത്രം ഇവിടെയൊക്കെയും പ്രാർത്ഥന വളരെ ശക്തമായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നു എങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്വോത്രം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി തുറന്നു വരുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവമക്കളെ, സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നു കേട്ടോ. അവൻ പ്രാർത്ഥിക്കുന്ന ഭക്തനായിരുന്നു. ഈ ലോകം മുഴുവനും അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയുവാൻ, ഈ ലോകം മുഴുവനും അവനെ സ്വത്രം കല്ലെറിഞ്ഞവനെ കേവലവും മനുഷ്യനാക്കി അവനെ നിന്ദിച്ച് പരിഹസിച്ച് കളയുവാൻ നോക്കിയ നടുവിൽ അവന് വേണ്ടി സ്വർഗം തുറന്ന് അവനെ ദൈവം എടുത്തുവെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സ്വത്ര സഭ സദോടി പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൻ്റെ തടവിനെ മാറ്റിയെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ചില തടവുകൾ മാറിപ്പോവാൻ ഇടയായി തരും. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചില ബന്ധനം മാറിപ്പോവും കേട്ടോ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചില രോഗം മാറിപ്പോവും. അതുകൊണ്ട് റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ. നോക്കൂ, പത്രോസിൻ്റെ തടവ് എങ്ങനെ മാറി? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യത്തെ തടവ് എന്ത് ചെയ്തു? സ്തോത്രം മാറി. രണ്ടാമത്തെ മാറി. മൂന്നാമത്തെ വാതിൽ എങ്ങനെ ചെയ്തു? സ്വതവേ തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ചെന്നാൽ ഈ ലോകത്തിലെ മനുഷ്യൻ ആ ദൂതൻ്റെ കാഴ്ച ദൂതനെ കാണാൻ കഴിയത്തില്ല. കാര്യം അവൻ്റെ കണ്ണുകളെ മറയ്ക്കുന്നൊരു അഭിഷേകത്തിൻ്റെ ദൂതന അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് സ്വത്രം പത്രോസിൻ്റെ തടവ് സ്വതവേ തുറന്ന് പ്രാർത്ഥിച്ച സഭയിൽ ചെന്ന് പത്രോസ് വാതിൽക്കൽ മുട്ടിയപ്പോൾ പ്രാർത്ഥിച്ചവർ പോലും ഞെട്ടിപ്പോയി. അയ്യോ, പത്രോസാണോ മുൻപിൽ വന്ന് നിൽക്കുന്നത്? പ്രാർത്ഥിക്കുന്നവൻ പോലും ഞെട്ടി വിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നു കേട്ടോ. സ്വത്രം. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദാനിയേലിനെ സ്വത്രം രാവിലെയും വൈകുന്നേരം അവൻ ഉച്ചയ്ക്കും പ്രാർത്ഥിക്കും. ഒരു യഹൂദൻ എന്ന് വെച്ചാൽ അവൻ 3 നേരം പ്രാർത്ഥിക്കുന്നുവെന്നാണ്. ആമേൻ. വിശ്വാസത്തിൽ ഞാനും നിങ്ങളും യഹൂദനായി മാറേ. വിശ്വാസത്തിൽ നിങ്ങൾ യഹൂദനായി മാറേ. അതുകൊണ്ട് യഹൂദനായിരിക്കും ദാവീദ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഒരിക്കലും കൈവിടാത്ത വലിയവനായൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപാകെ പോയി നിന്റെ ദുർഘടങ്ങളെ ഞാൻ മാറ്റും. താമരവാതിൽ ഉടച്ച് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു മാറ്റുന്ന ഒരു വലിയവനായ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഏത് രോഗമാണേലും, ഏത് ശാപമാണേലും, ഏത് ഘടത്തിൻ്റെ ഭാരത്തിൽ നിങ്ങളെ മുക്കിക്കളഞ്ഞ നാഥാ ഞങ്ങളിപ്പോൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലയോ, നീ കാണുന്നില്ലയോ എന്ന് ഭാരപ്പെടുമ്പോൾ നീ നിലവിളിക്കുന്ന നിലവിളുടെ നടുവിൽ എൻ്റെ യേശു എഴുന്നേറ്റ് അവൻ ചുഴലിനോട് കൽപ്പിക്കും, കാറ്റേ നീ അടങ്ങുക, കടലേ നീ ശാന്തമാകുക. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ മുൻപിലെ സകല പ്രതികൂലങ്ങളെയും മാറ്റുന്ന ഒരു ദൈവത്തിന്റെ വ്യാപാരമാണ് ഇന്നുമേൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഗിലെയാദിലെ നല്ല വൈദ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ മഹാത്ഭുതം നിങ്ങൾ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കും. ദൈവമക്കളെ, ദൂതനെ ആർക്കും തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ ചിന്തിക്കൂ, കൃപ ലഭിച്ച മറിയേ നിനക്ക് വന്ദനം. ഈ മറിയോട് സംസാരിച്ച അതേ ദൂതൻ തന്നെ യോസേഫിനോട് എന്ന് പറഞ്ഞ്, യോസേഫേ നിന്റെ ഭാര്യയെ സ്വത്ര ഹല്ലേലൂയ അവൾ ഗർഭം ധരിച്ചു, നീ അവളെ ഉപേക്ഷിക്കരുത്. സ്വത്ര. എന്നാൽ യോസേഫ് രഹസ്യത്തിലോ അവളെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. എന്നാൽ ഞാൻ പറയുന്നു, സ്വത്രം ദൈവമക്കളെ, നിന്റെ മുൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ, നിങ്ങളുടെ മുൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ചില അസാധ്യമെന്ന് കണ്ടതിനെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, സിംഹക്കുട്ടിയെ സ്വത്ര ഹല്ലേലൂയ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടിട്ട് ഇനിയും ഒരിക്കലും ഇവൻ എഴുന്നേൽക്കത്തില്ല. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പുരുഷൻ ഇവിടെ വേണ്ട, ഇവൻ പ്രാർത്ഥിക്കത്തില്ല. സ്വത്ര. ഇവൻ ഞങ്ങളുടെ ബിംബത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തത്തില്ല, ഇവൻ ഞങ്ങൾ ഉണ്ടാക്കി ദേവൻ്റെ മുൻപിൽ മുട്ടുകുത്തത്തില്ലെന്ന് സ്വത്രം ഒരു എല്ലാവരും പറയുമ്പോൾ, എല്ലാ രാജാക്കന്മാരെ കൊണ്ടും ഇവനെ ഒതുക്കുവാൻ നോക്കുമ്പോൾ, ഇവനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ സംരക്ഷണ വലയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് മുൻപാകെ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ടുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ ഗുഹയുടെ അവസ്ഥയാണെങ്കിലും സിംഹക്കുട്ടിയെ സ്വത്ര ഹല്ലേലൂയ വെറും പൂച്ചക്കുട്ടിയാക്കി മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. സ്വത്ര ഹല്ലേലൂയ ഏത് പ്രതികൂലത്തെയും മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. ആമേൻ. യുദ്ധമാർക്കുള്ള യഹോവയ്ക്കുള്ള. അവൻ വില്ലുകളെ ഓടിക്കും കേട്ടോ, കുന്തങ്ങളെ മുറിക്കും. ഒരിക്കലും ഉയരല്ലെന്നും പറഞ്ഞു, ഒരിക്കലും നീ ഉയർച്ച പ്രാപിക്കില്ല.
നീ ഉയർച്ച കാണരുത്. നിൻ്റെ മക്കളുടെ നീ നന്മ നീ അനുഭവിക്കില്ല. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം എന്ന് ശത്രു നിന്നെക്കുറിച്ച് പറയുമ്പോൾ, ആമീൻ സ്തോത്രം, നിൻ്റെ വീട്ടിൽ ഈ പ്രാർത്ഥനാ ഗീതം ഉയരുന്നു എന്ന് വരെയും ആമീൻ നിൻ്റെ ശത്രു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് വന്നു പോകുന്നതെന്ന്, എന്തോവാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, അവിടെ നടുവിൽ ദൈവം പറയുന്നു, ആമീൻ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിൻ്റെ ശത്രുക്കൾ കാണുക, നിൻ്റെ തലയെ ഞാൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ആമീൻ. ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കും. ആമീൻ സ്തോത്രം. ദൈവമക്കളെ, എത്രയോ അഭിഷക്തന്മാർ, എത്രയോ ദൈവദാസന്മാർ ആമീൻ ദൈവവചനം പഠിച്ചിട്ട് ഇന്ന് വേദികളില്ലാതെ വീട്ടിൽ മാത്രം ആമീൻ ദൈവത്തോട് ഞരങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, എനിക്കൊരു വേദിയില്ലല്ലോ, എൻ്റെ മുൻപിൽ ആമീൻ എനിക്ക് വേദികൾ നഷ്ടപ്പെടുന്നല്ലോ, എനിക്ക് പ്രാർത്ഥിക്കുവാനൊരു സ്റ്റേജ് ലഭിക്കുന്നില്ലല്ലോ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലയോ. ആമീൻ സ്തോത്രം എന്ന് എത്രയോ അഭിഷക്തന്മാർ ആമീൻ സ്തോത്രം കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിലവിളിച്ചിട്ടും നിലവിളി കേൾക്കുന്നില്ലയോ എന്ന് പോലും ചോദിക്കുമ്പോൾ, പ്രിയ ദൈവദാസി, ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്നെ ഇന്ന് ഈ ടിവിയുടെ മുൻപിൽ കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ ദൈവം നിങ്ങളോട് ഇന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നത് കേട്ടോ. എന്നെയും ആമീൻ നിങ്ങളെയും ഒരുപോലെ മാനിക്കുവാൻ കഴിവുള്ളവനായ ഒരു ധന്യനായ ഏകാധിപതി, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതൻ ആമീൻ നിന്റെ മുൻപേ പോണമോ? നീ പ്രാർത്ഥിക്കേ, സഭയോടുകൂടി പ്രാർത്ഥിക്കേ. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. നീ ഒരുമിച്ച് പ്രാർത്ഥിക്കേ, കുടുംബമായി മുട്ടുകുത്തേ, നീ 3 നേരം പ്രാർത്ഥിക്കേ. നിന്റെ മുൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് നിന്നെയും എന്നെയും ഒരുപോലെ മാനിക്കുവാൻ കഴിവുള്ളവനായ ഒരു നല്ലവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിച്ചാൽ ആമീൻ ഭാരപ്പെട്ട് കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ, അയ്യോ എൻ്റെ കുഞ്ഞിന് ആമീൻ കഴിയുന്നില്ലോ, അവൻ ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ലല്ലോ, എൻ്റെ വാക്കുകളെ അവൻ കേൾക്കാതെ അവൻ ആമീൻ ഈ ഭൂമിയിൽ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ ദൈവസ്ഥനിൽ ഞാൻ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയാം, നിങ്ങൾ മുട്ടുകുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ദൂതനെ അയക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവമക്കളെ, ആമീൻ സ്തോത്രം, എത്രയോ കുടുംബങ്ങൾ ഇന്ന് തകർന്നു പോകുമ്പോൾ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, എത്രയോ ആമീൻ സ്തോത്രം പിശാച് എത്രയോ പ്രവൃത്തികൾ ചെയ്തെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം അവൻ്റെ ദൂതനെ അയച്ച് നിൻ്റെ സകല ബന്ധനങ്ങളെയും നിൻ്റെ സകല രോഗങ്ങളെയും വിടുവിക്കുവാൻ കഴിവുള്ളവനായ ദൈവം ആമീൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, ശിഷ്യന്മാർ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. ആമീൻ സ്തോത്രം, നിങ്ങൾ നോക്കണമേ, ആമീൻ കാറ്റും കടലും അവിടെ ആഞ്ഞടിച്ചു, കാറ്റടിച്ചു, കടലടിച്ചു, എന്നാൽ കാറ്റിൻ്റെ ശബ്ദം കൊണ്ട് യേശു ഉണർന്നില്ല. കടലിൻ്റെ ഓളത്തിൻ്റെ ശബ്ദം കൊണ്ട് യേശു ഉണരുവാൻ കഴിഞ്ഞില്ല. ഈ കാറ്റിൻ്റെ ശബ്ദവും കടലിൻ്റെ ശബ്ദവും കേട്ടിട്ട് ഉണരുവാൻ കഴിയാതെ വന്നപ്പോൾ ആമീൻ ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആമീൻ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളുടെ, അതായത് ദൈവ സൃഷ്ടിച്ച മനുഷ്യൻ്റെ നിലവിളിക്ക് കർത്താവിൻ്റെ കാത് തുറന്നെങ്കിൽ, ഇന്ന് നിൻ്റെ നിലവിളിക്ക് വേണ്ടി കാതു തുറക്കുന്നൊരു സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ നടത്തട്ടെ. വിശേഷാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾ ദർശിക്കുമ്പോൾ, ഈ പ്രോഗ്രാമിൽ വളരെയധികം ചെലവുകളുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാമിലേക്ക് തുടർന്നും ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് കാണണം, തുടർന്നും ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് ദർശിക്കണം, ഈ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് പൂർണ്ണമായി തോന്നുന്ന വ്യക്തിഗതങ്ങൾക്ക് ഇതിനകത്ത് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും ഈ സ്ക്രീനിലുണ്ട്. SB അക്കൗണ്ട്, IFC കോഡ്, അതിൻ്റെ നമ്പേഴ്സ്. നിങ്ങൾ താല്പര്യരാണെങ്കിൽ, നിങ്ങൾ ദൈവവേലയ്ക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് നിങ്ങൾ ചുമതല കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഏത് കാര്യത്തിൽ തോൽപ്പിക്കും? ദശാംശത്തിലോ അതോ വഴിപാടിലോ? നിങ്ങൾ ഏത് കാര്യത്തിൽ തോൽപ്പിക്കും? ദശാംശത്തിലോ വഴിപാടിലോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ നിങ്ങൾ ഈ പ്രോഗ്രാം നിലനിൽക്കണം. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. സ്തോത്രം, ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ്സ് ആണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ നിങ്ങളുടെ ദൈവനാമത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകളിലേക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, വാഴ്ചകളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ ദൂതനെ ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മുൻപിൽ നീ അയച്ച് ഞങ്ങളുടെ ഇരുമ്പോടമ്പലുകളെ കണ്ണിച്ച് ഞങ്ങളുടെ താമര വാതിലുകളെ ഉടച്ച് കർത്താവെ ഞങ്ങൾക്ക് പുതിയൊരു വഴികളെ, പുതിയൊരു കർത്താവിൻ നന്മയെ ദൈവം തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യും. ഞങ്ങളുടെ പ്രതികൂലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, സമാധാനവും ഐശ്വര്യം ദൈവം തരും. ദൈവം നന്മയാൽ നിറയ്ക്കും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.